എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നയതന്ത്ര നടപടികൾ എന്താണ് എന്ന് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം 90% വിച്ഛേദിക്കുന്നു എന്നുള്ളതാണ്. 90% വിച്ഛേദിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, നയതന്ത്ര തിരിച്ചടി സിന്ധു നദീജല കരാർ റദ്ദാക്കി എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിന്ധു നദീജല കരാർ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഇൻഡസ് റിവർ ട്രീറ്റി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. 1960 അയൂബ് ഖാനും അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും വേൾഡ് ബാങ്കും ഒപ്പുവെച്ച ഒരു കരാറാണ്. ഇതുപ്രകാരം ഇന്ത്യയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികളിൽ, പ്രത്യേകിച്ച് സിന്ധുവിൻ്റെ പോഷക നദികളിൽ നിന്നുള്ള വെള്ളം പങ്കിട്ടെടുക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട കരാർ. ചീനാബിലെയും ഛലത്തിലെയും സിന്ധുവിലെയും നദീ ജലം പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിയുമെന്നും പാകിസ്ഥാൻ അതിനുമേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകുമെന്നും എന്നുള്ളതാണ് ഈ കരാറിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. അതേസമയം ഇന്ത്യയിൽ നിന്ന് ഉദ്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന 3 പ്രധാനപ്പെട്ട നദികളുണ്ട്. ഈ 3 പ്രധാനപ്പെട്ട നദികൾ, അതായത് രവി ആണെങ്കിലും സത്ലജ് ആണെങ്കിലും ബിയാസ് ആണെങ്കിലും, ഈ 3 നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇൻഡസ് റിവർ സിസ്റ്റംസ് ട്രീറ്റി എന്നറിയപ്പെടുന്ന ഈ നദീജല കരാറിൽ 80% ജലം പാകിസ്ഥാനാണ് വേണ്ടത്. പാകിസ്ഥാന്റെ പഞ്ചാബിൻ്റെയും സിന്ധിൻ്റെയും പ്രവിശ്യകളിലെ കർഷകരെ സംബന്ധിച്ച് ഈ സിന്ധുവിലൂടെ ഒഴുകുന്ന വെള്ളമാണ് അവരുടെ കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുന്നത്, ജലസേചനത്തിന് ഉപയോഗിക്കുന്നത്, ഇസ്ലാമാബാദിൻ്റെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നത്. ഇൻഡസ് റിവർ ട്രീറ്റി ഇപ്പോൾ കെപ്റ്റ് ഓൺ അബെയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്നാണ്, മരവിപ്പിച്ചിരിക്കുന്നുവെന്നാണ്. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധകാലത്ത് പോലും ഇന്ത്യ തീരുമാനിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. വളരെ ഇന്നസെൻ്റായ, നിഷ്കളങ്കരായ ഇന്ത്യൻ സിവിലിയൻസിന് നേർക്ക് പാകിസ്ഥാനിൻ്റെ ആർമിയുടെ സഹായത്തോടെ ലഷ്കർ-ഇ തോയ്ബയുടെ ഔട്ട്ഫിറ്റായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ്, ഡിപ്ലോമാറ്റിക് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമുക്ക് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം, വാഗ അട്ടാരി അതിർത്തി. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ അതിർത്തി കടന്നു വരുന്ന ധാരാളം പൗരന്മാരുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വേണ്ടത്ര രേഖകളുമായി. ആ അതിർത്തി അടയ്ക്കുകയും മെയ് 1-ാം തീയതിക്ക് മുൻപ് ഈ വാഗ അട്ടാരി അതിർത്തി വഴി വന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും ആ അതിർത്തി വഴി തന്നെ മടങ്ങണം എന്നുമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്.